10ാം ക്ലാസ് പരീക്ഷകൾ കഴിഞ്ഞു. CBSE, സ്റ്റേറ്റ്, ICSE. ഇനി എന്ത്? നോ ഡൗട്ട് നിങ്ങൾ +1, +2 പഠിക്കേണ്ടി വരും. അതിൽ സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്ന് തീരുമാനിക്കണം. അതിനേക്കാൾ വലിയ കാര്യം +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് കോഴ്സിന് പോകണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മൾ സ്ട്രീം സെലക്ഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് വേണോ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ഫീൽഡ് വേണോ, ഇതിനനുസരിച്ച് വേണം നിങ്ങളുടെ 11th, 12th പഠനം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ 2 മാസക്കാലം ഏപ്രിൽ, മെയ് എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണം? അവരുടെ കൃത്യമായ കരിയർ പ്ലാനിങ്, അവർക്ക് 11th, 12th ഫൗണ്ടേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ബ്രിഡ്ജ് പ്രോഗ്രാം കം ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് ഈ മാസം ഏപ്രിൽ 8 തുടങ്ങുന്നുണ്ട്. ഈ ഏപ്രിൽ 8 തുടങ്ങുന്ന ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് കിട്ടുന്നത് കൃത്യമായ കരിയർ ഗൈഡൻസ്, അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്, ദെൻ അവർക്ക് +1, +2 പഠിക്കേണ്ട സ്ട്രാറ്റജി എങ്ങനെയാണ്, അതിനൊപ്പം തന്നെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറന്നാൽ +1, +2 ക്ലാസ്സുകളിലേക്ക് എൻ്റർ ചെയ്താൽ കൃത്യമായ ഒരു ഐഡിയയിലായിരിക്കും നമ്മുടെ കുട്ടികൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് +1, +2 കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനും +2 കഴിഞ്ഞ ഉടനെ അവർ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ എത്താനും കഴിയും. സോ ഒട്ടും വഴിക്കേണ്ട, സഫയർ ഫ്യൂച്ചർ അക്കാഡമിയിൽ ബ്രിഡ്ജ് കം ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് തുടങ്ങുന്നത് ഏപ്രിൽ 8 എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളൂ.